ഓൺലൈനായിട്ട് 10 താമര വിത്തൊക്കെ മേടിപ്പിച്ച് മുളപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. മുളച്ചു വന്നെങ്കിലും നമുക്ക് ഒന്നുപോലെ രക്ഷപ്പെട്ട് കിട്ടാത്തതിൻ്റെ സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ ആമ്പൽ വിരിഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ 1 മാസമായിട്ടുള്ളൂ വിരിഞ്ഞു തുടങ്ങിയെങ്കിലും അതിനുശേഷം ഇന്ന് വരെ അത് ബ്രേക്ക് എടുത്തിട്ടേ ഇല്ല. എല്ലാ ദിവസവും 2-3 പൂ വെച്ചിട്ടൊക്കെയാണ് എപ്പോഴും വിരിയുന്നത്. അപ്പോൾ നമ്മൾ ഇത് മേടിച്ചതിന് ശേഷമാണ് നമ്മൾ വേറെ 2 തൈകൾ കൂടി മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മളിപ്പോഴും ആ ചെറിയ ചട്ടിയിൽ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. വിൻ്റർ സമയത്ത് മാറ്റി നട്ടു കഴിഞ്ഞാൽ അധികം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വിൻ്റർ മാറാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പം വിൻ്ററൊക്കെ ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ അതിനെ ഒന്ന് മാറ്റി നട്ടു കൊടുക്കാമെന്ന്. ആമ്പലിനെ ഇറക്കി നടാൻ വേണ്ടിയിട്ട് നമ്മൾ താറാവിൻ്റെ സ്വിമ്മിംഗ് പൂളാണ് അഴിച്ചു മാറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. തൽക്കാലം അവർക്ക് വേറൊരു സ്വിമ്മിംഗ് പൂളൊക്കെ വാഗ്ദാനം ചെയ്തിട്ട് അത് പൊക്കി പോന്നിട്ടുണ്ട്. പിന്നെ ചാണകമൊക്കെ ഓൾറെഡി നമ്മൾ 2 ആഴ്ച മുന്നേ തന്നെ ഈ ആമ്പലിന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ മേടിച്ചുകൊണ്ട് വന്നത് ഇപ്പോഴും നമ്മൾ ഉണക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കറക്റ്റ് പാകത്തിനായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ആമ്പലിന് താഴോട്ട് ഇറങ്ങാനുള്ള സമയമായിരിക്കുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഈ ട്രേയിൽ കുറച്ച് ചാണകമൊക്കെ നിരത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പൂത്തുകൊണ്ടിരിക്കുന്ന അമ്പൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വലിയ ട്രെയിലോട്ട് ഇറക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ഒരു ഇച്ചിരി ചുവന്ന കളറിലുള്ള മണ്ണാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ അടുത്ത് മണ്ണൊക്കെ തീർന്നതുകൊണ്ട് നമ്മൾ റോഡ് സൈഡിൽ പോയിട്ട് മണൽ തന്നെ വാരിക്കൊണ്ട് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും മണലിൽ നട്ടപ്പോഴത്തേക്കാണ് അതിൻ്റെ ആ ഒരു പ്രോപ്പറായിട്ട് നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന ചട്ടിക്കകത്തും അതുപോലെ അത്യാവശ്യം അങ്ങനത്തെ ഒരു മണൽ തന്നെ ആയിരുന്നു. ആദ്യം നമ്മൾ ഒരു ലെയർ ചാണകം ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് മണലും ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചട്ടിയിലുള്ള ചെടി നമുക്ക് അങ്ങനെ ഇതിലോട്ട് ഇറക്കി വെച്ചിട്ട് ബാക്കി മണ്ണൂടെ ഇട്ട് കൊടുക്കാം. ഈ കാണുന്ന വലിയ ചെടി നമ്മൾ ഈ ട്രേയിലോട്ട് മാറ്റുന്ന സമയത്തും കറക്റ്റ് ഇത്ര തന്നെ സൈസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമുക്ക് അന്ന് ഈ ചട്ടിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഉറച്ച മണ്ണായിരുന്നു. അപ്പോൾ നമ്മൾ അവസാനം ചട്ടിയൊക്കെ വെട്ടി പൊട്ടിച്ചിട്ടാണ് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഇതിൻ്റെ അടിഭാഗത്ത് മണലുമാണ്. പോരാത്തതിന് അതിൻ്റെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് അറിയത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങനെ ഒന്ന് മാന്തി നോക്കുമ്പോഴാണ് നമുക്ക് സംഭവം മനസ്സിലായത്. നമ്മളിതിനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ചട്ടിയിലോട്ട് ഇങ്ങനെ വെച്ചിട്ടൊന്ന് കമിഴ്ത്തി തട്ടുമ്പോഴേക്കും സംഭവം ഇങ്ങോട്ട് ഊരി പോന്നിട്ടുണ്ടായിരുന്നു. ഇതിനോടൊപ്പം തന്നെ നമ്മളൊരു നൈറ്റ് ബ്ലൂമർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു പൂവൊക്കെ വന്നതിന് ശേഷം പിന്നെ കംപ്ലീറ്റ് ചെടി അങ്ങോട്ട് ഉണങ്ങിപ്പോയി. പക്ഷേ അതിനകത്ത് അതിൻ്റെ കിഴങ്ങുണ്ടായിരിക്കും. പിന്നീട് അതിൻ്റെ സീസൺ ആകുമ്പോഴത്തേക്ക് തന്നെ വരും എന്നാണ് പറഞ്ഞത്. അത് കാരണം അതിനെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ കുഞ്ഞു ചട്ടിയിൽ തന്നെ നിർത്തിയിരിക്കുവാണ്. മുന്നത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങളൊരു ഹാഫ് ഡേക്കുള്ള പണിയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് വേഗത്തിൽ തന്നെ പണി കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മളൊന്ന് ഇളക്കി ഇങ്ങനെ ഒന്ന് അടിഭാഗത്തുനിന്ന് കുറച്ച് ചാണകമൊക്കെ തന്നെയായിരുന്നു. അതൊരു സൈഡിലോട്ട് നീക്കിയിട്ട് ബാക്കിയുള്ളത് നമ്മളിങ്ങനെ ഒന്ന് താഴ്ത്തി വെച്ചു. പിന്നെ കുറച്ചുകൂടി മണലൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം നന്നായിട്ട് ഈ വാട്ടർ ക്യാബേജും ഡക്ക് വീടും ഒക്കെ നിരന്ന് കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ അത് തന്നെ തനിയെ ഇങ്ങനെ ചുരുങ്ങി വളരെ കുറച്ചായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സെൻറ്റർ ഭാഗത്താണ് ഇനിയിപ്പോൾ അടുത്ത സ്ഥലം ഉള്ളത്. അപ്പോൾ ഇവിടത്തേക്കാണ് ഇറക്കി വെക്കാമെന്ന് വിചാരിക്കുന്നത്. ട്രെയിൽ അത്യാവശ്യം നന്നായിട്ട് മണ്ണുണ്ടായിരുന്ന കാരണം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡും കൂടെ പതുക്കെ ഇതിനെ ഒന്ന് വെള്ളത്തിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ചെറുതായിട്ടൊന്ന് കലങ്ങി വരുന്ന പോലെ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ വലിയ മോശമായിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പൊങ്ങി വന്നതൊക്കെ നമ്മളിങ്ങനെ വല വെച്ചിട്ടൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 അമ്പലിലും നമ്മൾ എല്ലാ ആഴ്ചയിലും പഴയ ഇലകൾ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഈ ഒരു ലൈറ്റ് കളറിലുള്ളതാണ് പുതിയ ഇലകൾ. പുതിയത് വരുന്നതനുസരിച്ച് പഴയതൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ശരിക്കും നന്നായിട്ട് പൂത്തു തുടങ്ങിയതും ഇങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ്. അങ്ങനെ ടാങ്ക് മൊത്തത്തിൽ ചെറിയൊരു സേവനവാരമൊക്കെ നടത്തിയെടുത്തിട്ടുണ്ട്. ആദ്യം ഈ പച്ചക്കളർ പായൽ നമ്മൾ അധികം ഇങ്ങനെ ഇളക്കി കളയുന്നുണ്ടായിരുന്നില്ല. അതൊരു നാച്ചുറൽ ലുക്കിൽ അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഓരോ സൈഡിൽ നിന്ന് ഇളക്കി കളയുന്നുണ്ട്. അത് സത്യത്തിൽ ഇതിങ്ങനെ നിൽക്കുന്നതാണോ അത് ഇളക്കി കളയുന്നതാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പാടില്ലാത്ത കാരണം അങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നതാണ്. എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേഗം 2 അമ്പലും കൂടി മത്സരിച്ച് പൂത്തോളാനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.